എന്റെ ജീവിതം മുമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും ആകെ അപമാനമായി. എന്റെ ജീവിതം മുമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും ആകെ അപമാനമായി. അളിയ പറയട്ടാ 500 എടുക്കാനുണ്ടോ? ഉണ്ടേല് 100 10 താടാ. ഓ സീനാക്കാനടാ എന്താ ചെയ്യണ്ട ഞാൻ വെച്ചിട്ട് പോയടാ. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യനായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയ ആണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ രജത്ത് അതിനകത്ത് കൂടി എന്തൊക്കെയാ പറയാനായിട്ട് ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ നാട് നന്നാക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കഴിഞ്ഞ 2 വർഷം മുമ്പൊന്നും ആ ഒരു സെൻസിലേക്ക് എത്തിണ്ടായില്ല. ഞാൻ പാട്ട് എഴുതിയിരുന്നത് ഫോർ ദ സേക്ക് എഴുതാൻ വേണ്ടി, ഒരു മെലഡി കഴിക്കാൻ ആദ്യം വരുന്ന മ്യൂസിക് പ്രൊഡ്യൂസറെ പോലെ ചിന്തിച്ചിരുന്നത്. 2 വർഷം മുമ്പ് എൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളോടൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ വന്ന ലെവലിൽ ഭയങ്കര ഒരു ഡിപ്രസീവ് ഒരു സ്റ്റേജിലേക്ക് പോയിരുന്നു. ആ സമയത്തൊക്കെ വണ്ടരത്തായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഇവളൊക്കെ ആ സമയത്ത് എന്നോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനത്തെ ഇമോഷൻസൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ നോക്ക്. ആദ്യം ഞാൻ പറഞ്ഞു ഇത് എഴുതി, ആരും ഇവളാണ് പറഞ്ഞറിയില്ല, അത് രോജിത്തോ അറിയില്ല, ആരും പറഞ്ഞു എഴുതുക എന്നിട്ട് കത്തിച്ച് കളയുക. അപ്പോൾ ഈ വെൻഡിങ് ഔട്ട് നടക്കും, പിന്നെ അത് എക്സിസ്റ്റൻസിൽ നിന്ന് നമ്മൾ മായ്ക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ആവുന്നു. അപ്പോൾ ഈ സാധനം ഞാൻ ചെയ്യായിരുന്നു ഞാൻ. എന്നിട്ട് ഞാനൊരു അതിലൊരു പാട്ടൊക്കെ ഒരേ നിറം, ഞാൻ പറഞ്ഞ അടുത്ത പാട്ട് വരാൻ പോണ ട്രാക്ക് അതാണ് ഈ 15th. അപ്പോൾ അതൊക്കെ ഞാൻ വിളിക്കുകയാണ് ആദ്യം അയച്ചു ഒരേ നിറം. പിന്നെ ഒരു EP ഓൾറെഡി ഇറക്കിയിട്ടുണ്ട് ഞാൻ, ഇറ്റ്സ് ഓക്കെ ഐ ക്രൈഡ് എന്നുണ്ട്. ഞാൻ കൂടുതലും സോങ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ട്രാക്കിൽ എഴുതുന്നത്, ഹിന്ദി എഴുതും. അപ്പോൾ ഇത് എനിക്ക് ബേസിക്കലി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ഒരാളായിരുന്നു. എനിക്ക് ഡീപ്പ് കോൺവെർസേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ആളാണ്. എനിക്ക് ഗോസിപ്സ് പരിപാടികൾ വേണമെങ്കിൽ 4 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ പിടിക്കാം. പക്ഷേ കൂടുതലും ഇന്നർ ടോക്കുകൾ, അതാണ് എനിക്ക് താല്പര്യം. പിന്നെ ആളുകൾ ഹീൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അതിൽ കൂടി ഞാൻ ഹീലാവുന്നുണ്ട്. അപ്പം ആ സാധനം എൻ്റെ പാട്ടുകളുണ്ടാവും. പിന്നെ ഒരു ആൽബം വരുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം എന്നാണ് ആൽബത്തിൻ്റെ പേര്. ഹിപ്പ് ഹോപ്പ് ആൽബമാണ്. അതിൽ കുറേ നമ്മുടെ റാപ്പ് സീനിലുള്ള കുറേ റാപ്പേഴ്സൊക്കെ ഉണ്ടാവും. അതിൽ 8 ട്രാക്ക് ആൽബം ആയിരിക്കും. അതിനകത്ത് കുറച്ച് നാട് നന്നാക്കലില്ല, ഈ നാട്ടുകാർ കാരണം ഉണ്ടായ കുറേ ബുദ്ധിമുട്ടുകൾ അതിൽ പറയുന്നുണ്ട്. നർമ്മരൂപത്തിൽ പറയുന്നുണ്ട്. കുറേ അടിപൊളി റാപ്പേഴ്സ് ഉണ്ട്. അനോണിമസ്, ജീവി, ജസാദിൻ, CJJ, പറവ, മിക്കവാറും എർത്ത് ക്രൈം എന്ന് പറഞ്ഞാൽ മറ്റേ പമ്പരം കണക്കിന് അവർ ആ ഗ്യാങ്ങിലുള്ള കുറച്ച് പേര്, ഹമീം, കുറേ റാപ്പേഴ്സ് ഉണ്ട്. കുറേ അണ്ടർഗ്രൗണ്ടിലുള്ള കുറേ കിട്ടില്ല അനോണിമസ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ടൊരു ആൽബം വരുന്നുണ്ട്. അതിൽ ട്രാക്കിലൊക്കെ സീനാണ്. ഒരു ട്രാക്കിന് ഒരു കുഞ്ഞിക്കിളി, നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം, ബേസിക്കലി ആർട്ടിസ്റ്റുകൾക്ക് റിലേറ്റ് ആവുന്ന ഒരു പരിപാടിയാണ്. ഓമലാളി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയാട്ടാ, കോളേജിൽ അലൂമിനി പരിപാടിക്ക് ഞാൻ കോളേജിൽ പോയി, ഹാറ്റും നിക്കറിട്ടു എന്ന് പറഞ്ഞ് എന്നെ മഴയത്ത് നിർത്തി. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി. ആ വിഷമം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വീണ്ടും മാറ്റി. എനിക്ക് ഉളുപ്പുണ്ടാ ഇങ്ങനെയൊക്കെ വേഷം കെട്ടി കിടക്കാന്നൊക്കെ പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഞാൻ മേടിച്ചിരും വസ്ത്രം എന്നിട്ട് ഒരു ഓഡിയോ അയച്ചു വാട്സാപ്പിൽ. അപ്പോൾ ആ ഓഡിയോക്കെയാണ് ആ ട്രാക്കിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ. അതിനകത്ത് ലിൽ പയ്യൻ എന്നൊരു റാപ്പറുണ്ട്, ലിൽപയ്യനുണ്ട്, നിഹാൽ എന്നൊരു റാപ്പറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു 2 മാസം ഒരു മാസത്തിലും കൂടുതൽ പിടിക്കും അത് ഇറങ്ങാൻ. അതൊക്കെയാണ് അടുത്ത പ്രൊജക്റ്റ്. ഒരേ നിറം എന്ന ട്രാക്ക് എടുത്തത്. പിന്നെ നിട്ടല എന്ന ട്രാക്ക് ഉണ്ട്. അത് ഈ ഞാൻ റീല് എടുത്ത് കുറച്ച് കയറിപ്പോയിരുന്നു. ലാലേട്ടൻ്റെ ഒരു മറ്റേ മലയക്കോട്ട് വാലിബൻ്റെ ലോഞ്ചിന് ഞാൻ പുള്ളി ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്. ലാലേട്ടൻ ഒരു പാവ മനുഷ്യനായിട്ട് തോന്നി. പുള്ളിക്ക് മൊമെന്റോ എന്തോ കൊടുക്കുന്നുണ്ട് അവിടെ സ്റ്റേജിൽ. പുള്ളി അത് കൊടുത്തിട്ട് പുള്ളി ഈ സ്കൂളിൽ പിള്ളേരൊക്കെ ഇങ്ങനെ പിടിച്ച് സ്റ്റേജിലേക്കാണ്. പുള്ളി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും ലാലേട്ടൻ പോകരുത്, ലാലേട്ടാ എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് പുള്ളി നടന്ന് അവിടെ പോയി നിൽക്കും, പാവം. എന്നിട്ട് പുള്ളി വന്നാൽ തന്നെ സൈഡിൽ നിന്ന് എന്നൊക്കെ ആൾക്കാരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ പപ്പറ്റോ പുള്ളി പാവം. അപ്പോൾ ആ ഒരു ഞാൻ പുള്ളിയുടെ സമ്മതമില്ലാതെ പുള്ളിയുടെ കുറേ വീഡിയോസ് എടുത്തു. പുള്ളി ഇടയ്ക്ക് നോക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ട്രാക്കുണ്ട്, നിട്ടല്ല എന്ന ട്രാക്കിന് പേര്. അപ്പോൾ
അതൊക്കെ ഒരു വരാൻ പോകുന്ന ട്രാക്കാണ്. വരാൻ പോണതാണ്. അപ്പൊ ഇതിനകത്തൂടെയൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ രജത്തിന് ഉണ്ടാവുന്ന ഇമോഷൻസും കാര്യങ്ങളാണ് ഇതിനകത്തൂടെ വരുന്നത്. ഭയങ്കര ഇനി വണ്ടിടത്തേടും എന്തോ കണക്ഷൻ കിട്ടിയില്ലേ, ഇതേപോലെ ഒരു ബ്രേക്കപ്പ് ആ ഒരു സിറ്റുവേഷനിലാണ് അത് വന്നേന്നുള്ളത് മനസ്സിലായി. വണ്ടിടത്തേടും അത് ഞാൻ ഇപ്പൊ പറഞ്ഞു മനസ്സിലായി. പക്ഷെ ആളുകൾ കണക്ട് ചെയ്ത് അറിയില്ല. അത് കണക്ട് ചെയ്തത് വേറെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം. പലരും പല രീതിയിൽ കണക്ട് ചെയ്തു. അപ്പൊ ഇതിനൊരു കോമൺ എനർജി ഉണ്ട് എല്ലാ പാട്ടുകൾക്കും. ഒരേ നേരത്തിനൊരു എനർജി ഉണ്ട്. നിട്ടലേക്ക് ഉണ്ട്. നിട്ടല്ല എന്ന് പറയുന്നത് പൊട്ടനാണ്. അപ്പൊ പോവാൻ നേരത്ത് പറഞ്ഞു കേട്ടോ. ഏതാണ് നിക്കമ്മ എന്നൊക്കെ പറയും ഹിന്ദിയില്. ആരെങ്കിലും ഇങ്ങനെ വിളിക്കാലോ, പൊട്ടനെ മനസ്സിലാവില്ലല്ലോ. പൊട്ട ആ പാട്ട് തന്നെയാണ് നിട്ടല്ല. അപ്പൊ ഇമോഷണൽ മെലഡിക് സാധനങ്ങളാണ് വരാൻ ട്രാക്കുകൾ. ഇപ്പൊ ആൽബം വരുന്നുണ്ട്, കുറെ സാധനം വരുന്നുണ്ട്. ഈ ഒരു വണ്ടിനത്തേടും ഭയങ്കര ക്യാച്ചി ആയിട്ട് ആർക്കും വേണമെങ്കിലും പാടാം. അതായത് മക്കൾക്ക് വരെ പാടാം, കുഞ്ഞു മക്കൾക്ക് വരെ പാടാം. ഒരു സ്കൂൾ റൈംസ് ഒക്കെ കേൾക്കുന്ന പോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ലൈൻസും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്യൂണും കാര്യങ്ങളും ഒക്കെ ഇട്ടത് ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് തോന്നാനും അവർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഇരിക്കാനും വേണ്ടിയാണ്. ഒരു കാര്യം പറയാം, ഞാൻ മ്യൂസിക് പഠിച്ചിട്ടില്ല. എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഈ പാട്ടുണ്ടാക്കുന്നത്, ഞാൻ ഭയങ്കര പാട്ട് പ്രേമിയാണ്. ചെറുപ്പം തൊട്ട് എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഏത് പാട്ടാണ് കേട്ടത്, മൈക്കിൾ ജാക്സന്റെ ത്രില്ലറോ അങ്ങനെ ഒരു പാട്ട് പണ്ട് കേൾക്കായിരുന്നു. ഹെഡ്ഫോൺ അച്ഛൻ ആദ്യം ഹെഡ്ഫോണും അല്ലായിരുന്നു, 2 സ്പീക്കർ വെച്ചിട്ട് നടക്കും കൂൾ ഡൗൺ ചെയ്ത്. എന്നിട്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചില സൗണ്ടുകൾ ഇങ്ങനെ ഈ മൈക്കിൾ ജാക്സൺ ത്രില്ലറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ നടന്നിട്ട് പോകും. ഇങ്ങനെ നടന്നെടുത്തിട്ട് ഈ 3D സൗണ്ടിൽ പോവുക, ചില ഇൻസ്ട്രുമെന്റ് ഇടുന്നേക്കുക. ഇതെനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഇത്രയൊക്കെ ആഗ്രഹത്തിലാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ കുറേ ഞാൻ കേൾക്കുന്ന പാട്ടിൽ കൂടുതലും പോപ്പ് സോങ്സ് ആയിക്കാറുള്ളത്. ഈ മ്യൂസിക് പ്രൊഡക്ഷനും അതിൻ്റെ സൗണ്ടിങ് ഒക്കെ നോക്കുമ്പോഴാണ് ഞാൻ ഈ കുറച്ച് പരീക്ഷണ എക്സ്പെരിമെൻ്റൽ ട്രാക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. പക്ഷെ കൂടുതലും പോപ്പ് കൾച്ചറിലോടാണ് എനിക്ക് ഒരു ചായവ്. അപ്പോൾ എനിക്ക് കേട്ട് പാട്ടുകളും അതിന് ഇൻസ്പിറേഷൻസ് ഒരു 10,000 പാട്ടിലുണ്ടെങ്കിൽ ആ 10,000 പാട്ടുകളുടെ ഒരു മിക്സറിൽ ആണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് വൺ കോംപ്ലക്സ് പരിപാടികളിലോട് കാണുന്ന കൂടുതൽ താല്പര്യം എനിക്ക് തന്നെ. ഞാൻ അത്ര അടിപൊളി സിംഗർ ഞാൻ സ്വയം ക്ലെയിം ചെയ്യണമല്ല, ഞാൻ കമ്പോസർ കം സിംഗറാണ്. അപ്പോൾ എൻ്റെ കംഫർട്ടിനെ ഞാൻ ഉണ്ടാക്കുന്നത് ഇത്ര സിമ്പിൾ ആക്കുന്നു, ആൾക്കാർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും, കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള, എല്ലാവർക്കും പാടാൻ പറ്റണം. അതേ ഉള്ളൂ. ഇപ്പൊ മ്യൂസിക്കലി ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരെയാ ഇൻസ്പയർ ആർട്ടിസ്റ്റ്? അയ്യോ ടഫാണത്. ഡെയിലി ഇൻസ്പിറേഷൻസ് കിട്ടുന്നത്, ഭയങ്കര ഡെയിലി ഇൻസ്പിറേഷൻസ് എടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ മറ്റേ ട്രാക്കായിരുന്നു എമിനത്തിന് ഇപ്പോൾ ഇറങ്ങിയത്. എമിനത്തിൻ്റെ മറ്റേ ഗസൂസ് ബാക്ക് അഗൈൻ, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. എമിനത്തിന് ട്രാക്കിൽ വീണ്ടും കുറേ ആളായിട്ട് വീണ്ടും കേട്ടു തുടങ്ങി. എസ് എ എന്ന റാപ്പറുണ്ട്. എസ് എ ഞാൻ പറയാം, മറ്റേ നമ്മുടെ മനുഷ്യർ മലവാളം തകിൽ ഇംഗ്ലീഷ് വേഴ്സ് ആളുടെ ലിറിക്കുകൾ ഇങ്ങനെ ഇരുന്ന്, ഞാനും CJ എന്ന റാപ്പുണ്ട്, ഞങ്ങൾ രണ്ടുപേരും CJ പറവാന്ന റാപ്പറൊക്കെ ഉണ്ട്. ഞങ്ങൾ 3 ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ലിറിക്സ് പോസ്റ്റ് ചെയ്ത് പഠിക്കുക, പിന്നെ ഇതിൻ്റെ വേറെ ലെയർ അർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ഹിപ്പ് ഹോപ്പിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളാണ്. അനോണിമസ്, വേടൻ, ഇപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി ഇപ്പോൾ ഇൻസ്പിറേഷൻ. അത് മാറുമായിരിക്കും. ഇൻസ്പിറേഷൻ എടുക്കുക എന്നുള്ള സാധനമാണ്, അതിൽ ഒരു ഹൈ കിട്ടുമല്ലോ. ഇപ്പോ വന്ന ഒരു വഴിയുണ്ടല്ലോ, അതിന് മുമ്പ് ഇപ്പൊ അതിപ്പോ ഒരു പോപ്പുലർ ആയിട്ട് ആളുകളൊക്കെ അറിയുന്നതിനൊക്കെ മുമ്പ് ഇപ്പൊ ഓരോ പാട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ അതിന്റെ ലിറിക്സും കാര്യങ്ങളും ഒക്കെ എഴുതുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ ആരെങ്കിലും ഒക്കെ നെഗറ്റീവ്സ് ഒക്കെ പറയാറുണ്ടല്ലോ. അതായത് കഞ്ചാവ് അടിച്ചിട്ട് കാണിക്കാനാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ പ്രാന്ത് എടുത്ത് പാടുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല അങ്ങനെ പറയാനുള്ള ചാൻസ് ആളുകളൊക്കെ പല രീതിയിൽ പറയാലോ. അങ്ങനെ പറയാനുള്ള, അങ്ങനെ പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് എനിക്ക്. പക്ഷെ അത് കോംപ്ലിമെന്റ് ആയിട്ട് പറയുന്ന ആൾക്കാരുള്ള. എനിക്ക് വേറൊരു ചാനലുണ്ട്, അതിലാണ് എൻ്റെ ഇൻഡിപെൻഡൻ്റ് ഇറക്കുന്നത്, ഹാറ്റ് സ്മിത്ത് എന്ന് പറഞ്ഞ ചാനൽ. അതിൽ എൻ്റെ ഒരു ട്രാക്ക് ഉണ്ട്, ശംഭോ ശങ്കര നമശിവായ എന്നിട്ട്. അപ്പോൾ ഇത് കൂടുതലും ഇതിന് 8.4 മില്യൺ വ്യൂസ് ഉണ്ട്. അതിൻ്റെ ഓഡിയൻസ് മിക്കവരും ഈ സ്പിരിച്വൽ സൈക്കഡലിക് ആ കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ് കൂടുതലും. എനിക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഏതോ സമയത്ത് 2019 ഈ ഒരു കോളൊക്കെ വന്നിട്ടുണ്ട്, റാൻഡം നമ്പറിൽ നിന്ന് എവിടെ നിന്ന് തപ്പി പിടിച്ച് ബ്രോ വോണ സ്മോക്ക് വിത്ത് യു ബ്രോ എന്ന് കണ്ട് അങ്ങനെ ഫോം വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരാൾക്കാരുണ്ട് എന്നെ, സൈക്കഡലിക്കൊക്കെ ചെയ്യുന്ന. അപ്പോൾ ഇയാൾ ഇങ്ങനത്തെ ടൈപ്പായിരിക്കും, അടിച്ചിട്ടൊക്കെ പാട്ടുണ്ടാക്കുന്ന ഒരു ഡൂഡാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ളൊരു, അത് എനിക്കറിയാം, കോംപ്ലിമെന്റ് കുഴപ്പമില്ല, ആൾക്കാർ എടുക്കുന്ന രീതി എടുക്കട്ടെ.
നമ്മളടിച്ചും മടിക്കാതെയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിയ ടൈപ്പ് അല്ലെങ്കിൽ റെട്രോ ആ ഒരു ടൈപ്പിലുള്ള സോങ്സ് ഒക്കെ ഉണ്ടാക്കാനാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹം? എനിക്ക് മറ്റേ വിൻറ്റേജ് സൗണ്ട്സിനോട് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട്. അതൊന്നും പ്രോപ്പർ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് കൂടുതൽ വിൻറ്റേജ് ഫങ്ക്. ഇപ്പോൾ ബ്രൂണോ മാസിൻ്റെ ട്രാക്കുകൾ കേൾക്കാറുണ്ടോ? ബ്രൂണോ മാസിലെ ട്രാക്ക് അല്ലല്ലേ? ബ്രൂണോ മാസിൻ്റെ ട്രാക്കുകൾ, ബ്രൂണോ മാസിൻ്റെ ആർട്ടിസ്റ്റ്, പുറത്തുള്ള ആർട്ടിസ്റ്റാണ് പുള്ളി. കുറച്ച് ഈ മൈക്കിൾ ജാക്സൻ്റെയും ഈ റെട്രോ പോപ്പിൻ്റെ ഇൻസ്പിറേഷൻസ് എടുത്ത് ട്രാക്ക് ചെയ്യുന്ന ഒരു പുള്ളിയാണ്. ഭയങ്കര റെയറാണ്. കുറച്ചുകൂടി ഓതൻറ്റിക് മെലഡികൾ ഉണ്ടാവും അതിൽ, വിൻറ്റേജ് എന്ന് പറയും പണ്ട് കാലത്ത്. എനിക്ക് അതിന് ആ ഒരു സംഭവം ബ്ലെൻഡ് പാട്ടുകളിൽ വരുന്നത് എനിക്കിഷ്ടമാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ റെട്രോ സിന്തുകളും റെട്രോ സ്നേഹകള് അങ്ങനത്തെ ഒരു സൗണ്ടിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇതൊക്കെ ഇഷ്ടമുണ്ട്. പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് ഭയങ്കര അങ്ങനെ സംഭവം വരും. പിന്നെ മെലഡികളിലായിരിക്കും കൂടുതലും വരാൻ സാധ്യത. മെലഡികളിൽ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ആൽബത്തിലെ ട്രാക്കിനകത്ത് എൻ്റെ മെലഡി ഇനി വരാൻ പോകുന്നുണ്ട്. വണ്ടരത്തേടും പോലെ തന്നെ ഈ വിൻറ്റേജ് പരിപാടികൾ ഇനിയും വരാൻ പോകുന്നുണ്ട് എൻ്റെ ഫ്യൂച്ചർ ട്രാക്കുകളിൽ. ഇനി നിങ്ങളുടെ ഒരു കോമ്പോയിൽ ഇനി അടുത്തത് ഏതെങ്കിലും വരാനുണ്ടോ? കാറിൽ വരെ നമ്മൾ ഡിസ്കഷൻ രജിത്താണല്ലേ അർച്ചന 31 നോട്ട് ഔട്ട് അല്ലേ ചെയ്തത്? മാത്തൻ 3 പാട്ട്, ഞാൻ 3 പാട്ട്. ഓ ശരി ശരി ശരി. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ആ ഒരു കോമ്പോയില് സാധനം വരുന്നുണ്ട്. അപ്പൊ അത് വേഗം വരട്ടെ, ഞങ്ങളെല്ലാരും വെയിറ്റിംഗ് ആണ്. അതെ, ഇതിപ്പോ 1970s പാട്ടുണ്ടായിരുന്നു. എങ്ങനെയാന്ന് കൂട്ടല്ലേ നമുക്ക് വണ്ടിനെ തേടും പാട്ട് 11,000 എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ചന്ദ്രികയില് പാട്ടുകാരി പെണ്ണെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് ആക്ച്വലി അന്ന് ഈ ഒതലങ്ങത്തുരുത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് അത് ഓൾറെഡി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആദിത്യൻ ചന്ദ്രശേഖർ ഓൾറെഡി ഈ പാട്ട് അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ടുകാരി പെണ്ണെ ഇതേ വോയിസ് വേണമെന്ന് പറഞ്ഞിട്ട്, കാരണം വണ്ടിരത്തെടുത്തിൻ്റെ ആ ഒരു വോയിസ് ടെക്സ്ചർ വേണമെന്ന് പറഞ്ഞിട്ട് എങ്കിലും ചന്ദ്രികയിൽ ആക്ച്വലി കയറിക്കൂടിയത് വേറൊരു പാട്ട് വഴിയാണെങ്കിലും ആ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു, പാട്ടുകാരി പെണ്ണെ എന്നുള്ളത്. പാടിച്ചത് അത് പക്ഷെ ഇപ്പോഴാണ് ഈ പാട്ടിന് ഹൈപ്പ് വന്നതെങ്കിലും അന്ന് ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരുന്ന ഇടയിൽ ആദ്യത്തിനത് നോട്ടീസ് ചെയ്യും, അവൻ എന്നെ കൊണ്ടത് പാടിക്കുകയും ചെയ്തു. സുരാജ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന എങ്കിലും ചന്ദ്രിക. അതിൽ ആക്ച്വലി ഞാൻ ഒരു പാട്ട് എഴുതുകയും കമ്പോസ് ചെയ്യും പാടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഡയറക്റ്റ് ചെയ്തത് വിഷ്ണുദാസി തന്നെയാണ്. ദാസിയാണ് എന്നെ പാട്ടിൻ്റെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്. അയാളാണ് ഈ ആദ്യത്തെ പാതിര നേരം, അയാളിലൂടെ ഈ മനുഷ്യൻ. പിന്നെ ഇവൻ്റെ ഇതിലൂടെ ഇത് കേട്ടിട്ട് വണ്ടിനെ തേടും ആദിത്യൻ്റെ ഇതിലെത്തി. അങ്ങനെ ഒരുപാട് വർക്കുകളും ആക്ടിങ് ആണ് പാഷനായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര. അതിന്റെ ഇടയിൽ പാട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മലയാളി മങ്കീസിന്റെ കാര്യം പറയാൻ പറ്റുമോ? അല്ല, മലയാളി മങ്കീസ് അതിനകത്ത് അഭിനയിച്ചു ഓമ്പലും കഞ്ഞി എന്ന് പറഞ്ഞ പാട്ടില് 3 മങ്കികള് ആ പാട്ടിലുള്ള 3 മങ്കി ആക്ട് ചെയ്തതിൽ ഒരു പ്രോസ്തെറ്റിക് മേക്കപ്പ് ആണ്. മനസ്സിലാവില്ല, അതാണ് ഞാൻ പറഞ്ഞപ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. വീട്ടിൽ തന്നെ ഞാനന്ന് ഇതിന്റെ പ്രോസ്തെറ്റിക് ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന എന്നെ വെച്ചിട്ടാ. അപ്പൊ ഇത് ആദ്യത്തെ കുരങ്ങൻ ഇത് സക്സസ്ഫുൾ ആണോന്ന് അറിയാൻ വേണ്ടി പ്രോസ്തെറ്റിക് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് പാട്ടൊന്ന് പാടാൻ പറ്റും. ആ പാട്ട് ഇടയ്ക്ക് പോസൊക്കെ കേട്ടാ ശബ്ദമൊക്കെ മാറ്റി ഇവന് അത് മങ്ങിയാവാൻ ഡൗട്ട് ഉണ്ടോ എനിക്ക്? ഈ ഒരു പാട്ടോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? ആയിക്കോട്ടെ. ഫ്രാങ്കായി പറയാടാ സെൻസർഷിപ്പില്ല, ഫ്രാങ്കായി പറയാടാ സെൻസർഷിപ്പില്ല, തുറന്ന് പറയാണളിയ എന്റെ ജീവിതം മുമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും ആകെ അപമാനമായി. എന്റെ ജീവിതം മുമ്പലും കഞ്ഞിയുമായി എവിടെ പോയാലും ആകെ അപമാനമായി. അളിയ പറയട്ടാ 500 എടുക്കാനുണ്ടോ? ഉള്ളില് 100 10 താടാ.
സാധനം കേട്ടിട്ടുണ്ടാ? അതുകൊണ്ട് മലയാളി മൂവി ഷൗട്ട് ഔട്ട് അപ്പൊ മറ്റേ സാധനം കേട്ടോ. എന്റെ വേറെ പരിപാടി ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പാടം മനസ്സിലാവും, പാടം മനസ്സിലാവും. അത് മറ്റേ രൂപത്തിനോട് ഇഷ്ടം. വേറെ കൊടുക്കണോ? ഇത് നിനക്കറിയാം എന്നെ ഇഷ്ടം, കരഞ്ഞാൽ ഓടിയെത്താം. പ്രേമം വേണോ നെഞ്ചകമോ, ഇനി ഒരിക്കലും പിരിയില്ല നാം. നമ്മൾ സെറ്റാണോ കളിക്കല്ലേ പെണ്ണെ, നമ്മൾ സുഹൃത്തുക്കളായി നിന്നാൽ പോരെ. വേറൊരാൾ പണ്ട് കണ്ണിൽ നോക്കി പറഞ്ഞു, പണ്ടാദ്യത്തെ എന്റെ പ്രേമം പൊട്ടിയ കഥയോർത്ത് ഞാൻ. വാവേ 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 ഓ, വാവേ 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 ഓ, വാവേ 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 ഓ, ഞാൻ കരുതി നീ എന്റേതാ. എന്റെ 13 ഉണ്ടായ ആദ്യ പ്രണയം, അവളെ പോലും ആരുമില്ലെന്ന് കരുതി ഞാൻ പല വട്ടം കുറിച്ചു കൂട്ടി ഞാൻ. അവൾ എന്നെ ഭ്രാന്തനാക്കി, താരങ്ങൾ കണ്ടു ഞാൻ. എന്നും എന്നെ എണീപ്പിച്ചിട്ടെന്തോ കുന്തം ചെയ്തേടാ. ഹൃദയത്തിൻ താളം തെറ്റി എന്നെ പോലും വേണ്ട ഫ്ലോയിൽ പോയതാ. അതും ഞാൻ മറ്റേ അതൊക്കെ എന്റെ സാധനങ്ങൾ തന്നെയാണ്. എന്റെ തന്നെ സാധനം. ഇനി കുറെ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയൊക്കെ കുറെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലേ? എല്ലാം കിടുക്കൻ ഐറ്റംസ് അല്ലേ? അതെ, ഇത്രേ പറഞ്ഞോളൂ. നമ്മൾ ഇനി കുറെ കാര്യങ്ങളായിട്ട് ഇനിയും വരും അല്ലേ? അതെ, അടുത്ത ട്രാക്ക് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ പിടിച്ചിരുത്തും. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ആ ഒരു കോമ്പോ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കണം കേട്ടോ. ഞാനെന്നല്ല കുറേ പേര്. ഓക്കെ, താങ്ക് യു.